ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഗോതമ്പ് പൊടിയും മുട്ടയും ഉപയോഗിച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സ്നാക്കാണിത്. വൈകിട്ട് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ കഴിയുന്ന ഈ കിടിലൻ 4 മണി പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമ്മുടെ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട ഒരു മിക്സിംഗ് ബൗളിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. മുട്ട ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലൊരു വിസ്കോ ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്നാക്സിൻ്റെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടിയ അളവിൽ പഞ്ചസാര എടുത്തോളൂ കേട്ടോ. പഞ്ചസാരയിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്ക കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ തൊലി മാറ്റിയതിന് ശേഷമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഏലക്ക ചേർത്ത പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇവിടെ ഞാൻ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ തന്നെ മുട്ടയും പഞ്ചസാരയും നമുക്ക് നന്നായിട്ട് യോജിച്ച് കിട്ടും. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇവിടെ ഞാൻ 150 ഗ്രാം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട പഞ്ചസാര മിക്സിൽ ഈ ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും ഗോതമ്പ് പൊടിയും നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിലേക്ക് പാലൊഴിച്ചു കൊടുത്ത് ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. കുറേശ്ശെ പാലൊഴിച്ചു കൊടുത്ത് ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. പാൽ ഒഴിച്ചു കൊടുത്ത് തന്നെ മിക്സ് ചെയ്യണം എന്നില്ല. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തും ബാറ്റർ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആകെ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ബാറ്റർ കൂടുതൽ തിക്കായിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുത്ത് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുത്താൽ മതിയാകും കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്ററിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പക്കാരം ഉണ്ടല്ലോ, അതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്, ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ബേക്കിംഗ് സോഡയും ഉപ്പും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞു വീഴുന്ന ഒരു പാകത്തിനായിരിക്കണം കേട്ടോ. ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കേ വേണ്ടൂ. ഞാനിവിടെ സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. ഓയിലൊന്ന് ചൂടായി വരട്ടെ. ഓയിൽ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. കയ്യിൽ ബാറ്റർ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ബാറ്ററിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ സ്നാക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ ഈ ബാറ്റർ എണ്ണയിലേക്ക് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല ഗുണ്ടുമണി പോലെ സ്നാക്ക് പൊങ്ങി വരും. ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ സ്നാക്ക് ഇതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് അധികം സമയമൊന്നും ആവശ്യമില്ല. എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്ത് കിട്ടും. ഗ്യാസ് ഫ്ലെയിം കൂട്ടി വെക്കരുത്. സ്നാക്കിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ ഡാർക്ക് ആകുകയും ചെയ്യും. ഉൾഭാഗം കുക്കായിട്ട് കിട്ടുകയുമില്ല. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് സ്നാക്ക് ഓയിലിൽ നിന്നും മാറ്റാം. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഓയിലിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ള ബാറ്ററും നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഈ സ്നാക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്തൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ മുഴുവൻ സ്നാക്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും. ഈ സ്നാക്ക് വളരെ സോഫ്റ്റ് ആണ്. കഴിക്കാനാണെങ്കിൽ വളരെ ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകുന്ന ഈ സ്നാക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.